എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാടൻ രുചിയിൽ തയ്യാറാക്കാവുന്ന പഴം പക്കോടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായ പഴം പക്കോട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പഴം പക്കോട തയ്യാറാക്കുന്നതിനായി 4 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തൊലി കറുത്തിട്ടുള്ള പഴുത്ത പഴമാണ് എടുക്കേണ്ടത്. ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ടുള്ള ഏത്തപ്പഴം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഈ രീതിയിൽ നന്നായിട്ട് ഏത്തപ്പഴം ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തിട്ടുള്ള ഏത്തപ്പഴം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഉടച്ചു വെച്ച പഴത്തിലേക്ക് മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ഏലക്കയുടെ കുരു ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇവയെല്ലാം കൂടി സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ടാണ് മാവ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ മാവിൻ്റെ പാകം എന്ന് പറയുന്നത് അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത രീതിയിൽ ഈ ഒരു പാകത്തിന് വേണം മാവ് കിട്ടേണ്ടത്. പഴം പക്കോടക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. മാവ് തയ്യാറായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പുറമേ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുള്ള പഴം പക്കോട മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഫ്രൈ ആയി വന്നിട്ടുള്ള പഴം പക്കോട എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന പഴം പക്കോട തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.